Hi guys, it's up and welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു സിമ്പിൾ മേക്കപ്പ് ആണ്. ഒരു ഒക്കേഷണൽ ഒരു ഹാലോവീൻ റിട്രോ ലുക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൗബോയ് ലുക്കിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ഒരു നോ മേക്കപ്പ് ലുക്കിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പ്. സോ വിത്തൗട്ട് എനി ലാഗ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് മീ ആൻഡ് ഷെയർ മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് വിത്ത് ഓൾ ഓപ്ഷൻ. Please do comment and also you can DM me on Instagram. Here we go. ഇതൊരു ഹലോവിൻ പാർട്ടി ലുക്ക് ആയതാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രൈമിലോട്ട് പോകാം. പ്രൈം ആൻഡ് ഫൗണ്ടേഷൻ നമ്മളെ എത്രത്തോളം മാച്ച് ആയിട്ട് നമ്മളെ സ്കിന്നിന് എത്രത്തോളം കൺകോർഡന്റ് ആയിട്ടും കോൺട്രാസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എത്രത്തോളം ആൻഡ് ഓക്സിഡൈസ് ആവുന്ന ക്രീംസ് ഉപയോഗിക്കുന്നതും കുറച്ചുകൂടി ബെറ്റർ. ആൻഡ് ഓൾസോ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയില്ലേ ഫൗണ്ടേഷൻ ആൻഡ് കൺസീലേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ കൺസീലേഴ്സ് ഉപയോഗിക്കാം. പക്ഷെ കൺസീലർ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഫേസിന്റെ ഡയമെൻഷൻ മാറും. കൂടാതെ കോണ്ടോറും ചെയ്യണതിന് കുഴപ്പമില്ല, എന്നാലും ഡയമെൻഷൻ മാറും. ഇതൊക്കെ എത്രത്തോളം ലൈറ്റിൽ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ എത്രത്തോളം നമ്മളെ നാച്ചുറൽ ആക്കി ചെയ്യുന്നത് കൂടാണ്ട് മിനിമം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. ആൻഡ് ഇത്രത്തോളം പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടും എങ്ങനെ ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ഹാലോവിൻ ലുക്കിലോട്ട് അല്ലെങ്കിൽ ഒരു റിട്രോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം, സ്കിൻ കെയർ ചെയ്യണം, ലിപ് ബാം യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്രൈം ഇട്ട് തുടങ്ങാം. ഓക്കെ, മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്തു. അതിന് ശേഷം നമുക്ക് ഒരു ജസ്റ്റ് ഒരു ബേസ് പ്രൈമർ ഉപയോഗിക്കണം. അപ്പൊ പ്രൈം ചെയ്യുമ്പോൾ ഒരിക്കലും പ്രൈമും യാതൊരു കാരണവശാലും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വലിച്ച് പറിക്കണ പോലെ അപ്ലൈ ചെയ്യരുത്. നമ്മൾ നന്നായിട്ട് ഡാബ് ചെയ്ത് തന്നെ ചെയ്യാം. കാരണം നമ്മളുടെ പോസ് ഈ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഫുൾ നന്നായിട്ട് മോയ്സ്റ്റ് ആയിട്ടുണ്ടാവും, ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോസിന്റെ ഒക്കെ ഉള്ളിലോട്ട് പ്രൈം നന്നായിട്ട് ഒന്ന് കയറണം. പിന്നെ വലിച്ച് പറിച്ചൊന്നും ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും മസാജ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പ്രൈമും ഫൗണ്ടേഷൻ ഇൻ കേസ് പ്രൈം ഇട്ടെങ്കിൽ തന്നെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഡാബ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതെന്റെ കറക്റ്റ് എക്സാക്ട് ഷെയ്ഡാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ലൈറ്റ് ആണ്, ബട്ട് അപ്ലൈ ചെയ്ത് ഓക്സിഡൈസ് ആകുമ്പോഴത്തേക്കും എൻ്റെ സെയിം ഇതായിട്ടുണ്ടാകും. അടുത്ത ഞാനൊരു മാജിക് സ്പഞ്ച് വെച്ചിട്ട് ബ്രഷിൻ്റെ സ്ട്രോക്കെല്ലാം ഒന്ന് ഈവൻ ആക്കുകയാണ്.
പിന്നെ ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഈ ഫൗണ്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്യാണ് കേട്ടോ. ആക്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൺസീലേഴ്സ് അപ്ലൈ ചെയ്യാം. ബട്ട് ഇപ്പോൾ എൻ്റെ സ്കിന്ന് ഓൾമോസ്റ്റ് ഫ്ലോലെസ് ആയി. ഇനി ഞാൻ കൺസീലർ കൂടെ അപ്ലൈ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ഒരു നാച്ചുറൽ ടച്ച് നിന്ന് വിട്ട് പോകാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത് നമുക്ക് ഐബ്രോസ് ആർച്ച് ചെയ്തെടുക്കാം. ഐബ്രോസ് ആർച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ബ്രൗൺ വെച്ചിട്ട് നന്നായിട്ട് സ്പൂളി ചെയ്തു. അതിന് ശേഷം ഞാൻ എൻഡിലോട്ട് പോകുമ്പോഴത്തേക്കും നല്ലൊരു ഡാർക്ക് ബ്രൗണും പിന്നെ കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോ മിക്സ് ചെയ്തിട്ട്, ഷിമേഴ്സ് ഇല്ലാത്ത ഐ ഷാഡോ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആർച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടുത്തത് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൗബോയ് ലുക്കാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ ചെയ്ത ഫൗണ്ടേഷൻ കവർ ആയത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ചെയ്താൽ മതി, എക്സ്റ്റൻഷന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ അത്രത്തോളം ലെയേഴ്സ് അപ്ലൈ ചെയ്യണ്ട. മസ്കാര വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മളൊരു കാരമൽ ന്യൂഡ് ബ്രൗൺ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട്, മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വളരെ ലൈറ്റ് ലെയേഴ്സ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾ ടോട്ടൽ നമ്മൾ ലുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇത്രയും ലെയർ ഓൺ ചെയ്തിട്ട് ഇത്രയും ലെയർ ചെയ്ത് യൂസ് ചെയ്യണോ ഇല്ല. നിങ്ങൾക്ക് എത്രത്തോളം ലിമിറ്റഡ് ആയി എത്ര കുറച്ച് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷനും കോമ്പാക്ട് ജസ്റ്റ് ഫൗണ്ടേഷൻ ടൈറ്റ് ചെയ്യാനും എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എത്രത്തോളം കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തിട്ട് അത് എത്രത്തോളം കവറേജ് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കുക. അപ്പോൾ നല്ലോണം കവറേജിൽ ഒരു ക്രീം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് അത്രത്തോളം ഓക്സിഡേഷൻ പവറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നമ്മുടെ സ്കിൻ ടെമ്പറേച്ചറും പ്രൈമറിൻ്റെയും മോയ്സ്ചറൈസറിൻ്റെയും ആ ഒരു കണ്ടന്റ് തന്നെ ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ആവും. ഓക്സിഡൈസ് ആയി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലോലെസ് ആവും. നിങ്ങളുടെ ആക്നെ, സ്കാർസ് ആ കാര്യങ്ങളൊക്കെ കവർ ആയിട്ടുണ്ടാവും. എന്നിട്ടും കവർ ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺസീലർ അപ്ലൈ ചെയ്യാം. ഇത് ഗേൾസിനാണ്. And this is the final look, and hope you guys will like this video, and don't forget to subscribe and comment.